Hello my dear children, today we are going to start our second unit and the name of the second unit is Wonders of Visible Light. Wonder means magic. So wonders of visible light means the magic of light. അതല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പ്രകാശത്തിൻ്റെ വിസ്മയങ്ങൾ എന്ന് പറയാൻ പറ്റും. Clear? So unlike the first chapter, this chapter is not related with agriculture or farming. This topic comes under physics. Okay, the first chapter was related with agriculture and farming, etc. But this topic is coming under physics. So this chapter is a base for your physics. See, there is a continuation of this chapter in your 10th standard. So this chapter seems to be the base for your physics. So be prepared and please listen carefully. Okay. So as I told before, in this chapter we are going to learn some of the properties of light. പ്രകാശത്തിൻ്റെ കുറച്ച് സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് വൺ സച്ച് പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് ഈസ് റിഫ്ലക്ഷൻ. ലൈറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ. സോ വാട്ട് ഈസ് റിഫ്ലക്ഷൻ? Reflection of light is the return of light that falls on a surface. Reflection of light is the return of light that falls on a surface. ലൈറ്റ് ഒരു വസ്തുവിൽ വന്ന് തട്ടി, അതല്ലെങ്കിൽ ഒരു സർഫസിൽ വന്ന് തട്ടി അവിടെ നിന്ന് തിരിച്ചു വരണം. ഇങ്ങനെ തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയാം. ഇത് ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലൈറ്റിന് നേരെയായിട്ടൊരു മിറർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആ മിററിൽ തട്ടി അവിടെ നിന്ന് തിരിച്ചു വരും, അല്ലേ? ഇതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് ഒരു വസ്തുവിൽ തട്ടി അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയാം. ഇനി ഈ പിക്ചർ നോക്കൂ, ഇതിൽ റിഫ്ലക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഈ രണ്ട് കുട്ടികൾ നിന്നിട്ട് മിറർ പിടിച്ചിട്ട് ആ ലൈറ്റിനെ വീട്ടിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കുകയാണ്, വീട്ടിലെ ചുമരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കണ്ണാടി പിടിച്ച് വെയിലത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കണ്ണാടിയിൽ തട്ടി നമ്മുടെ വീടിൻ്റെ ചുമരിലേക്കൊക്കെ വരും, അല്ലേ? അപ്പോൾ ആ കണ്ണാടി എങ്ങനെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് ലൈറ്റ് മാറി മാറി പോകും, അല്ലേ? ഇതാണ് റിഫ്ലക്ഷൻ. ഇനി എല്ലാ വസ്തുക്കളും ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. നോട്ട് ഓൾ ഒബ്ജക്ട്സ് റിഫ്ലക്റ്റ് ലൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൾ ഒബ്ജക്ട്സ് ഷുഡ് റിഫ്ലക്റ്റ് ലൈറ്റ്. ചില വസ്തുക്കൾ ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഞാൻ പറഞ്ഞ മിറർ, നമ്മൾ ചിത്രത്തിൽ കണ്ട മിറർ. ഇനി ഇതിന് താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഒരു പെൺകുട്ടി, അല്ലേ? ഒരു കുട്ടി ടോർച്ച് ഇങ്ങനെ അടിക്കുന്നുണ്ട്, അല്ലേ? അതിനടുത്തായിട്ടൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കയ്യിൽ കാർഡ്ബോർഡിൻ്റെ കഷ്ണം പോലെ എന്തോ ഒരു സാധനമുണ്ട്. ഈ കാർഡ്ബോർഡിൻ്റെ കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ നോക്കുകയാണ്. മിറർ റിഫ്ലക്റ്റ് ചെയ്തതുപോലെ ചുമരിൻ്റെ മുകളിലേക്ക് ലൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. നിങ്ങളെ ചിത്രം നോക്കൂ. ചുമരിൻ്റെ മുകളിലേക്ക് ലൈറ്റ് വരുന്നുണ്ടോ? ഇല്ല. ലൈറ്റ് തിരിച്ച് വരുന്നില്ല, അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്റ്റഡ് ആവുന്നില്ല. അപ്പോൾ നോക്കൂ, മിറർ ഉപയോഗിച്ചപ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു. പക്ഷെ നമ്മൾ കാർഡ്ബോർഡ് യൂസ് ചെയ്തപ്പോൾ എന്താണ്? ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തില്ല. ലൈറ്റിനെ നമുക്ക് വാളിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ദ സർഫസ് മാറ്റേഴ്സ്, അല്ലേ? നല്ല മിനുസമുള്ള സ്മൂത്തായിട്ടുള്ള സർഫസ് മാത്രമേ ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. എങ്ങനത്തെ സർഫസാണ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാമെന്നറിയോ? നല്ല സ്മൂത്തായിരിക്കണം. അപ്പോൾ മിററിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ഷൈനിയാണ്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ സബ്സ്റ്റൻസസ് മാത്രമേ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. നിങ്ങളിനി ഒരു തുണിക്കഷ്ണം എടുത്ത് വെയിലത്ത് കൊണ്ടുപോയി വെച്ച് നോക്കൂ, എന്നിട്ട് ആ ലൈറ്റിനെ ചുമരിലേക്ക് റിഫ്ലക്റ്റ് ആക്കാൻ പറ്റുമോ? തുണിയുടെ മുകളിൽ തട്ടി ഒരിക്കലും ലൈറ്റ് നമ്മുടെ വീടിൻ്റെ മുകളിലെ ചുമരിലേക്ക് ഒന്നും വരില്ല, ഇല്ല. അതുപോലെ തന്നെയാണ് കാർഡ്ബോർഡ് പീസ് എടുക്കുകയാണെങ്കിലും. കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ കാർഡ്ബോർഡ് പീസിൽ തട്ടി വേറെ എവിടെയെങ്കിലും ലൈറ്റ് പോവോ? ഇല്ല. കാരണം എന്താണ്? കാർഡ്ബോർഡ് പീസിൻ്റെ സർഫസ് സ്മൂത്തല്ല, നമ്മുടെ കണ്ണാടിയുടെ പോലെ സ്മൂത്തല്ല.
ഇനി നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റ് അല്ലേ, നിങ്ങൾ സ്റ്റീൽ പ്ലേറ്റ് കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റോ അതല്ലെങ്കിൽ ഒരു ഷൈനിങ് ടൈൽസ്, നമ്മൾ നിലത്തൊക്കെ വിരിക്കുന്ന ടൈൽസ് പോലെയൊക്കെ വസ്തുക്കളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ സ്മൂത്തായിട്ടുള്ള സർഫസ് ഉള്ള സ്മൂത്തായിട്ടുള്ള ഓബ്ജക്റ്റ്സൊക്കെ ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എന്താ നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയത്? എങ്ങനെയുള്ള വസ്തുക്കളാണ് ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാം? നല്ല സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള വസ്തുക്കളാണ് ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ റിഫ്ലക്ഷനും വസ്തുവിൻ്റെ സർഫസും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? അപ്പം ദ സർഫസ് മാറ്റേഴ്സ്. സർഫസ് മാറ്റേഴ്സ്. മിറർ ആണെങ്കിൽ നല്ല രീതിയിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. കാർഡ്ബോർഡ് ആണെങ്കിൽ ഒരിക്കലും നല്ല രീതിയിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, സർഫസ് മാറ്റേഴ്സ്. അപ്പോൾ ഏത് സർഫസ് ആണ് ഉപയോഗിക്കുന്നത് അത് റിഫ്ലക്ഷനെ ബാധിക്കും എന്നാണ് പറഞ്ഞത്. നല്ല സ്മൂത്തായിട്ടുള്ള സർഫസ് ആണെന്നുണ്ടെങ്കിൽ നല്ല റിഫ്ലക്ഷൻ ഉണ്ടാവും. റഫ് സർഫസ് എന്ന് പറഞ്ഞാൽ പരുക്കനായിട്ടുള്ള സ്ഥലങ്ങൾ. ഇപ്പം ഉദാഹരണമായി പരുക്കൻ സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ റൂഫ് ടൈൽ, ഓട്, കാർഡ്ബോർഡ്. അപ്പോൾ റൂഫ് ടൈല്, കാർഡ്ബോർഡ് പോലുള്ള വസ്തുക്കളിൽ റഫ് സർഫസ് ആണ്. അതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ പരുക്കൻ പ്രതലങ്ങളാണ്. അത്തരത്തിലുള്ള വസ്തുക്കൾ ലൈറ്റിനെ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഇറ്റ് വിൽ നോട്ട് റിഫ്ലക്റ്റ് ലൈറ്റ് വെരി വെൽ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിൽ ഓബ്ജക്ട്സിൻ്റെ പേര് എഴുതുക. എന്നിട്ടത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എഴുതുക. യു ഹാവ് ടു റൈറ്റ് വെദർ ഇറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് വെരി വെൽ. ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ. ലൈറ്റ് റിഫ്ലക്ട്സ് വെരി വെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എഴുതുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ അലൂമിനിയം വെസൽ. അലൂമിനിയം പാത്രം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് റിഫ്ലക്ഷൻ നടക്കും, പക്ഷേ അത് നല്ലവണ്ണമില്ല. ഒരു when compared to a steel plate the reflection is not that very well. ഒരു സ്റ്റീൽ പ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ അത്ര തന്നെ നല്ല റിഫ്ലക്ഷൻ അല്ല നമുക്ക് അലൂമിനിയം പ്ലേറ്റിൽ നിന്ന് കിട്ടുക. അതാണ് അവിടെ പാർഷ്യൽ റിഫ്ലക്ഷൻ എന്ന് എഴുതിയത്. ഇനി ഷൈനിങ് ഫ്ലോർ ടൈൽ. ഷൈനിങ് ഫ്ലോർ ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്തൊക്കെ വിരിക്കുന്ന ടൈൽ, അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. ഇറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് വെരി വെൽ. കാരണം എന്താണ്, അതിൻ്റെ സർഫസ് നല്ല സ്മൂത്താണ്. ഇനി കാർഡ്ബോർഡ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുമോ? കാർഡ്ബോർഡിലേക്ക് നിങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കുക, കാർഡ്ബോർഡിൽ തട്ടി ലൈറ്റ് തിരിച്ചു വരുമോ? നോ, ഇറ്റ് ഡസൻ റിഫ്ലക്റ്റ് ലൈറ്റ്. റൂഫ് ടൈൽ എന്ന് പറഞ്ഞാൽ ഓടിൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടോ? ഇറ്റ് ഓൾസോ ഡസൻ റിഫ്ലക്റ്റ് ലൈറ്റ് വെരി വെൽ. കളേർഡ് പീസ് ഓഫ് ക്ലോത്ത്, തുണിക്കഷ്ണം, പേപ്പർ, അതുപോലെ എന്നീ സാധനങ്ങളിലൊന്നും ലൈറ്റ് റിഫ്ലക്റ്റ് ആവുന്നില്ല. ഡസൻ റിഫ്ലക്റ്റ് ലൈറ്റ്. റിഫ്ലക്ഷൻ നടക്കുന്ന സർഫസിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ ലൈറ്റ് വന്ന് വീഴുന്ന സർഫസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലുള്ള റിഫ്ലക്ഷനാണുള്ളത്. റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. റെഗുലർ റിഫ്ലക്ഷൻ സ്മൂത്ത് സർഫസിലാണ്. സർഫസ് എന്ന് പറയുമ്പോൾ മിറർ, സ്മൂത്ത് ഫ്ലോർ ടൈല്, സ്റ്റീൽ പ്ലേറ്റ് തുടങ്ങിയ വസ്തുക്കൾ. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ റഫ് സർഫസസിലാണ് നടക്കുക, പരുക്കൻ സ്ഥലങ്ങളിലാണ് നടക്കുക. ഉദാഹരണം കാർഡ്ബോർഡ്, റൂഫ് ടൈൽ എക്സെട്ര. റെഗുലർ റിഫ്ലക്ഷൻ കാണിക്കാം. ഇത് സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസാണ്, മിനുസമായിട്ടുള്ളൊരു സർഫസാണ്. ഇതിലേക്ക് ലൈറ്റ് റേസ് വന്ന് വീഴുകയാണ്. ഇതൊക്കെ ലൈറ്റ് റേസാണ് കേട്ടോ, ലൈറ്റിൻ്റെ പ്രകാശരശ്മികളാണ്. ഇത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപോലെയാണ് റിഫ്ലക്റ്റഡ് ആവുക. കണ്ടോ, ഇത് ഒരുപോലെ ക്രമമായിട്ട് റിഫ്ലക്റ്റഡ് ആവും, റെഗുലറായിട്ട് റിഫ്ലക്റ്റഡ് ആവും. ആദ്യം ഒരു ലൈറ്റ് റേ വന്നു, അത് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. രണ്ടാമത്തെ ലൈറ്റ് റേ വന്നു, ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. മൂന്നാമത്തേത് വന്നു, അതും റിഫ്ലക്റ്റ് ചെയ്ത് പോയി. നാലാമത്തേത് വന്നു, അത് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ ഒരേ ഡയറക്ഷനിലേക്കാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോയത് അല്ലേ. ഇങ്ങനെയുള്ള റിഫ്ലക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. റെഗുലർ റിഫ്ലക്ഷൻ എവിടെയാണ് നടക്കുക? സ്മൂത്തായിട്ടുള്ള സർഫസിൽ, മിനുസമുള്ള സ്ഥലങ്ങളിൽ. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫ്യൂസ് റിഫ്ലക്ഷനാണ്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അപ്പോൾ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് റഫ് സർഫസിലാണ് നടക്കുക. ഇത് സ്മൂത്ത് സർഫസിലായിരുന്നു റെഗുലർ റിഫ്ലക്ഷൻ നടക്കുക. അപ്പോൾ റെഗുലർ റിഫ്ലക്ഷൻ എവിടെയായിരിക്കും? സ്മൂത്ത് സർഫസ് എന്ന് പറയുമ്പോൾ മിററ്, സ്മൂത്ത് ഫ്ലോർ ടൈല്, സ്റ്റീൽ പ്ലേറ്റിൽ, അതൊക്കെ
സ്മൂത്ത് സർഫസ് ഉള്ള വസ്തുക്കളാണ്. അപ്പോൾ അതിലൊക്കെ നടക്കുന്നതാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഇനി ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ റഫ് സർഫസിലാണ് നടക്കുക, പരുക്കൻ സ്ഥലങ്ങളിൽ, അല്ല റഫായിട്ടുള്ള സ്ഥലങ്ങൾ. അത് ഇപ്പം നോക്കുക, ഇതാണൊരു റഫ് സർഫസ്, കണ്ടോ സർഫസ് ഞാൻ മാർക്ക് ചെയ്ത് തന്നെ നോക്കൂ, സ്മൂത്ത് അല്ല, റഫാണ്. ഇതിലേക്ക് ലൈറ്റ് റേ വന്ന് വീഴുമ്പോൾ ഒരു ലൈറ്റ് റേ ഇങ്ങോട്ട് പോവും, രണ്ടാമത്തെ ലൈറ്റ് റേ ഇങ്ങോട്ട് പോവും, മൂന്നാമത്തത് ഇങ്ങോട്ട് പോവും, നാലാമത്തത് ഇങ്ങോട്ട് പോവും. അപ്പോൾ നോക്കി ഇതിലെങ്ങനെയാണ് റിഫ്ലക്ഷൻ നടന്നിട്ടുള്ളത്? ഇവിടെ റെഗുലർ അല്ല, അല്ലേ, ക്രമമായിട്ടല്ല റിഫ്ലക്ഷൻ നടന്നിട്ടുള്ളത്. റിഫ്ലക്ഷൻ ക്രമമല്ല, ഇറഗുലറാണ്. ഇതുപോലെ അല്ല, ഇതിലൊരു ലൈറ്റ് റേ വന്നു, അത് റെഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. പക്ഷെ ഇതിലങ്ങനെയാണോ? ഡിഫ്യൂസ് റിഫ്ലക്ഷനിൽ എങ്ങനെയാണ്? ഇറഗുലറായിട്ടാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്, ക്രമമായിട്ടല്ല, അല്ലേ. ഒരു ലൈറ്റ് റേ വന്നു, അത് ലെഫ്റ്റിലേക്കാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോയത്, അടുത്ത ലൈറ്റ് റേ വന്നു റൈറ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ അത് ക്രമമായിട്ടുള്ള റിഫ്ലക്ഷൻ അല്ല. ഇത്തരത്തിലുള്ള റിഫ്ലക്ഷനെയാണ് നമ്മൾ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എവിടെയാണ് നടക്കുക? റഫ് സർഫസിൽ, പരുക്കൻ സ്ഥലങ്ങളിലാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ നടക്കുക. So what is regular reflection? When light falls on a smooth surface, it is reflected regularly. This is known as regular reflection. പ്രകാശം ഒരു സ്മൂത്തായിട്ടുള്ള മിനുസമായിട്ടുള്ള സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് ക്രമമായി ഒരുപോലെ, അതല്ലെങ്കിൽ റെഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ. റെഗുലർ റിഫ്ലക്ഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. Now, what is irregular or diffuse reflection? Diffuse reflection എന്ന് പറഞ്ഞാൽ എന്താണ്? When light falls on rough surface, it is reflected irregularly. This is known as diffuse reflection. പ്രകാശം പരുക്കൻ സ്ഥലങ്ങളിൽ വന്ന് വീഴുമ്പോൾ അത് ഇറഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള റിഫ്ലക്ഷനെയാണ് നമ്മൾ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയാം. Diffuse reflection can be represented like this.